കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 3 മുന്നണികൾ, ആ 3 മുന്നണികളും അവരുടെ തിരഞ്ഞെടുപ്പ് പത്രിക കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ മുന്നിൽ, അതായത് സമ്മതിദായകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് LDFും UDFും അതിനെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ BJP അതിനെ തെരഞ്ഞെടുപ്പ് മാർഗരേഖ എന്നാണ് പറയുന്നത്. എന്തായാലും സംഗതി ഒന്ന് തന്നെയാണ്. പലതും അതിശോക്തിപരമായിട്ടുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 3 മുന്നണികളും ഒരു കാര്യത്തിൽ ഉറപ്പായി പറയുന്നു: ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന്. $2500 ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയിട്ട് ആ ഉറപ്പ് പാലിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. അതിന് കാരണങ്ങൾ പലതുമാകാം. സാമ്പത്തികമായ വിഷയങ്ങളാവാം അതിന്റെ പിന്നിലുള്ളത്. അതുപോലെ ഈ പ്രകടന പത്രികയിൽ പറയുന്നിട്ടുള്ള പല ആനുകൂല്യങ്ങളും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവതരിപ്പിക്കുന്ന, തെരഞ്ഞെടുപ്പ് സമയത്ത് അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പലതും. അത് ആ നാട്ടിൽ ഏറെക്കുറെയൊക്കെ നടപ്പാക്കാൻ കഴിയുന്നുണ്ട്, നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നത് പോലെ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയപരമായ അഴിമതി, ഉദ്യോഗസ്ഥപരമായ അഴിമതി, ഉദ്യോഗസ്ഥ ഭരണത്തിൽ സുതാര്യത ഇല്ലായ്മ, കാര്യക്ഷമത ഇല്ലായ്മ, ആർജവം ഇല്ലായ്മ, ഇതെല്ലാം തന്നെയാണ് അതിന് കാരണം. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരിലെ 25% താഴെയുള്ളവർ മാത്രമേ സത്യസന്ധമായും സുതാര്യമായും തങ്ങളുടെ കടമ നിർവഹിക്കുന്നവരുള്ളൂ, തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുന്നവരുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ യൂണിയന്റെ അതിപ്രസരം, യൂണിയന്റെ അമിത അധികാരം, ആ യൂണിയനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ഒരു പ്രതീതി ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്. ഇതെല്ലാം ഇത്രയധികം പ്രയാസകരമായ ഒരു സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിലില്ല. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ കാര്യങ്ങൾ അതുപോലെ ഇവിടെ നടപ്പാക്കാമെന്ന് ധരിക്കുന്നത് ഒരു ശരിയായ നിഗമനമല്ല. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം തോറും 1000 രൂപ തമിഴ്നാട്ടിൽ കൊടുക്കുന്നു. അത് അപ്പടി ഇവിടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാമ്പത്തിക നിലവാരം അതിന് അനുകൂലമല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് KSRTCയിൽ, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറയുന്നു. അത് തമിഴ്നാട്ടിൽ നടപ്പാക്കിയ ഒരു കാര്യമാണ്. തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുപോലെ കേരളത്തിൽ എങ്ങനെയാണ് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയുന്നത്? KSRTCയുടെ ശമ്പളം, പെൻഷൻ, അതുപോലുള്ള മറ്റ് ജോലിക്കാരുടെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഒരിക്കൽ പോലും കൃത്യമായി കൊടുത്തു തീർത്തിട്ടില്ല. പല വണ്ടികളും സമയാസമയങ്ങളിൽ മെയിൻ്റനൻസ് നടത്താൻ കഴിയുന്നില്ല. അതുപോലെ പല കാര്യങ്ങളിലും കൃത്യമായി
അതിൻ്റെ കൃത്യത പാലിക്കാൻ കഴിയുന്നില്ല. തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ ജോലി ചെയ്യുന്നവരുടെ ആത്മാർത്ഥത, ആ ആത്മാർത്ഥതയുടെ പകുതി പോലും ഇവിടുത്തെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാർക്കില്ല. ഉള്ളവരും ഉണ്ട്, അത് വിസ്മരിക്കുന്നില്ല. അതെല്ലാം കൊണ്ടാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായി നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ നഷ്ടം നികത്താൻ വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും കൊടുക്കുന്നത്. ഈ നിലയിൽ ഇനി എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ കുറിച്ചും ആശങ്കയുണ്ട്. മാത്രമല്ല, തമിഴ്നാട്ടിലെ സാഹചര്യമല്ല കേരളത്തിലെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, അതുപോലുള്ള ജീവനക്കാരുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരങ്ങൾ, യൂണിയന്റെ നിയന്ത്രണങ്ങൾ, ഇതൊന്നും ഇത്രയധികം തമിഴ്നാട്ടിലില്ല. അതുകൊണ്ടുകൂടിയാണ് അവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ, സൗജന്യ യാത്ര പോലുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അവർ വിപണികളിൽ വരികയും വിപണികളിൽ വരുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയും അതിന്റെ ഫലമായി വ്യാപാര കേന്ദ്രങ്ങൾ, വിപണികൾ അത് വളരെ ചലനാത്മകമായ രീതിയിൽ മാറ്റങ്ങൾ വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികത്തിൽ വരുത്താൻ കഴിയുമെന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില ആനുകൂല്യങ്ങൾ, ഇന്ത്യയുടെ മാർഗരേഖയിൽ പറയുന്ന 2500 രൂപ റീചാർജ് ചെയ്യാവുന്ന കൂപ്പൺ, അതൊക്കെ ഒരു ആർജവമുള്ള സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവിടെയെല്ലാം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ സഹകരണം, അവരുടെ സുതാര്യമായ നടപടിക്രമങ്ങൾ, അവരുടെ ജോലിയിലുള്ള കൃത്യനിഷ്ഠത, സുതാര്യത, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിലുള്ള വീഴ്ചകൾ ഒഴിവാക്കാൻ ജീവനക്കാരുടെ സഹകരണവും അവിടെ ആർജവപരമായ പെരുമാറ്റവും എല്ലാം അതിന് അനുകൂലമായ ഘടകമായി മാറണം. അതെല്ലാം കേരളത്തിൽ എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, NDAയുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണ കവർച്ച അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും അതിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അവരുടെ തിരഞ്ഞെടുപ്പ് മാർഗരേഖയിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം നടപ്പാക്കാൻ കഴിയണം, അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന കാര്യം പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിലുണ്ട്. ഏതാനും സീറ്റുകൾ അവിടെ കരസ്ഥമാക്കിയിരിക്കും. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു ശൈലി, അത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരുന്നതോടെ അതിൽ പലതും വിസ്മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് പ്രകടന പത്രികയിൽ, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം, അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ ആ നടപ്പിലാക്കാതിരിക്കുന്നതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള അവകാശം ആ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച സമ്മതിദായകർക്ക് ഉണ്ടാവണം. അതിനൊരു ഭേദഗതി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കൂടി ഉണ്ടാവുമെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരവും അവകാശവും കൂടി സമ്മതിദായകർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.